السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونصلي ونسلم على رسوله الكريم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. صدق الله مولانا العظيم. പൊറുക്കന്റെ പാപം സയ്യിദി പൊറുക്കാതെ പൊറുക്കുന്നവൻ ആരുണ്ട് നീ അല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ. അതുകൊണ്ടാട്ടരുതിലാഹേ എന്നെ. വഅല മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധവും പരിപാവനവുമായ പുണ്യമായ മസ്ജിദിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉൾപ്പെടെ ബന്ധുമിത്രാദികൾ ഉൾപ്പെടെ അയൽവക്കക്കാർ ഉൾപ്പെടെ അള്ളാഹു എല്ലാവർക്കും വിശാലമായ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായി കഴിയുന്ന പ്രിയപ്പെട്ടവർ, ആശുപത്രികളിലും വീടുകളിലുമായി കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസങ്ങളുള്ളവരുടെ പ്രയാസങ്ങൾ അള്ളാഹു അകറ്റുകയും കടങ്ങളുള്ളവർക്ക് അത് വീട്ടാനുള്ള മാർഗങ്ങളെ അള്ളാഹു തുറന്നു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഫലസ്തീനുകൾ ഉൾപ്പെടെയുള്ളവർക്ക് അള്ളാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യൻ ഈ ലോകത്തോട് വിട പറയുന്ന സമയം നാം എല്ലാവരും, നമ്മിൽ നിന്ന് ഒരുപാട് പേരിപ്പോൾ മൺമറഞ്ഞു പോയി. അവരുടെ അടുക്കല് നമ്മളിൽ പലരും ഒരുമിച്ച് കൂടിയവരുമാണ്. നമുക്ക് വേണ്ടപ്പെട്ടവർ ഇന്ന് മരണപ്പെട്ടു പോയി കഴിഞ്ഞു. പലരുടെയും അവസാന നിമിഷങ്ങൾ നാം നേരിട്ട് കണ്ടവരുമാണ്. നമുക്കെല്ലാം അങ്ങനെ കണ്ടവരാണെങ്കിൽ നമുക്കെല്ലാം ഒരു ചിന്തയുണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ടവർ ഒന്നല്ലെങ്കിൽ മാതാവായിരിക്കാം, അല്ലെങ്കിൽ പിതാവായിരിക്കാം, അല്ലെങ്കിൽ അയൽവാസികളിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ സ്വന്തക്കാരിലോ ബന്ധുക്കളിലോ പെട്ട ആരെങ്കിലും ആയിരിക്കാം. അവർ എന്താണ് അവസാന നിമിഷം ആഗ്രഹിക്കുന്നത്, അവരാരെ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള തോന്നൽ കാണുന്ന നമ്മൾക്കുണ്ടാകാം. ഒരു മനുഷ്യൻ മരണപ്പെടാൻ കിടക്കുന്നു, അവസാന സമയം റൂഹ് പിടിക്കുന്ന തൊണ്ടക്കുഴിയിൽ നിന്ന് അവസാനമായി ഓരോ മനുഷ്യന്റെയും, നമ്മുടേതടക്കം അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുപോകും. ആ നിമിഷത്തിന് തൊട്ടു മുമ്പ് മരണപ്പെടുന്നയാൾ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നുള്ള തോന്നൽ കണ്ടു നിൽക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകും. സ്വാഭാവികമാണ്. ഇതിനെപ്പറ്റി ശാസ്ത്രജ്ഞർ ഒരു ഗവേഷണം നടത്തുകയാണ്. ഒരു മരണാസന്നമായി കിടക്കുന്ന മനുഷ്യൻ അവന്റെ അവസാന സമയത്ത്, റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ എന്താണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ 2016 കനേഡിയൻകാരനായ 87 വയസ്സുള്ള ഒരു വൃദ്ധൻ, അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സ്ട്രോക്കാണ്. അങ്ങനെ അദ്ദേഹത്തെ കിടത്തി ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. ECG എന്നത് നമുക്കറിയാം, ഹൃദയ സംബന്ധമായ
അറ്റാക്ക് ഉണ്ടാകുന്ന ആ അസുഖത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആദ്യമായി ECG നോക്കി, ഹൃദയത്തിന്റെ തുടിപ്പ്, അതുമായുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു ടെസ്റ്റാണ് ECG. അതുപോലെ തന്നെ സ്ട്രോക്ക് ഉള്ള ഒരാളെ കൊണ്ടുപോകുമ്പോൾ അതേപോലെ തന്നെ ബ്രെയിൻ, ബുദ്ധിയുടെ തലച്ചോറിന്റെ അതിന്റെ പ്രവർത്തനങ്ങളെ പറ്റി അറിയിക്കുന്ന ഒരു ടെസ്റ്റാണ് EEG എന്നത്. അദ്ദേഹത്തെ അതെടുത്തു. 87 വയസ്സുള്ള വൃദ്ധനായ കനേഡിയൻ പൗരനായ അദ്ദേഹത്തെ അങ്ങനെ ആ സ്ട്രോക്കിന്റെ അവസ്ഥയിൽ EEG എന്ന് പറയുന്ന ടെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് അറ്റാക്ക് ഉണ്ടായി. അങ്ങനെ ഈ ലോകത്തോട് വിട പറഞ്ഞു. അപ്പോ ഈ ബ്രെയിൻ ടെസ്റ്റ് നടക്കുന്ന സമയത്താണ്, അദ്ദേഹത്തിന്റെ തലച്ചോറിന്റെ വിവരങ്ങൾ ശേഖരിക്കുന്ന സമയത്താണ്, അതിന്റെ വികരണങ്ങൾ നടക്കുന്ന സമയത്താണ് അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോ ആ EEG ടെസ്റ്റില് അദ്ദേഹത്തിന്റെ തലച്ചോറുകൾ എന്തൊക്കെ ആലോചിച്ചോ അതിനെല്ലാം ആ EEG എന്ന് പറയുന്ന ആ ഗ്രന്ഥം അല്ലെങ്കിൽ അതുമായുള്ള ടെസ്റ്റുമായുള്ള ഫലത്തിന്റെ അവസാന റിപ്പോർട്ട് ഹൃദയമിടിപ്പ് അവസാനിക്കുന്നതിന് 30 സെക്കൻഡുകൾക്കുള്ളിൽ, അവസാനിക്കുന്നതിന് മുമ്പ് 30 സെക്കൻഡുകൾക്കുള്ളിൽ നടന്ന കാര്യവും, ഹൃദയമിടിപ്പ് അവസാനിച്ചതിന് ശേഷം പിന്നെ ബ്രെയിനിന്റെ, നമ്മുടെ തലച്ചോറിന്റെ ഇടിപ്പ് നിൽക്കണമെങ്കിൽ വീണ്ടും 30 സെക്കൻഡ് ഉണ്ട്. ആ സമയത്തുള്ള അദ്ദേഹത്തിന്റെ വിവരണങ്ങൾ എന്തൊക്കെയാണോ അതിനെ ഇങ്ങനെ ആ EEG എന്ന് പറയുന്ന ആ ടെസ്റ്റിലൂടെ അവർക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ചു. അങ്ങനെ അവസാനം ഫൈനൽ റിപ്പോർട്ട് ആ ഗവേഷകർ കണ്ടെത്തിയത് ഇങ്ങനെയാണ്. അദ്ദേഹം, ആ കനേഡിയൻ പൗരനായ 87 വയസ്സുള്ള ആ വൃദ്ധനായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്, അദ്ദേഹം നോക്കിക്കണ്ടത് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന്റെ മരണശയ്യയിൽ കിടക്കുമ്പോഴുള്ള എല്ലാ പ്രധാനപ്പെട്ട നിമിഷങ്ങളും അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ടവരെ കാണാൻ അദ്ദേഹം ആദ്യമായി ആഗ്രഹിച്ചു. രണ്ടാമതായി അദ്ദേഹം ആഗ്രഹിച്ച മറ്റൊരു കാര്യം, ഞാനുമായി പിണങ്ങിക്കഴിയുന്ന ആളുകളെ എൻ്റെ മുന്നിൽ നിന്നിപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ അവരോട് സംസാരിക്കാമായിരുന്നു എന്നതാണ്. ഒരുപാട് ആളുകളുമായി പിണങ്ങിക്കഴിയേണ്ട സാഹചര്യങ്ങൾ നമ്മളിലും ഉണ്ടാകാം. അപ്പോൾ ആ മനുഷ്യൻ അവസാനമായി ആഗ്രഹിച്ചിരുന്നത്, അങ്ങനെയുള്ള ആളുകൾ എൻ്റെ മുന്നിലൊന്ന് വന്നിരുന്നെങ്കിൽ എന്നാണ് ആഗ്രഹിച്ചത്. ആ ഗവേഷകർ പുറത്തുവിട്ട വിവരം അങ്ങനെയാണ്. അമേരിക്കയിൽ കുറച്ച് ശാസ്ത്രജ്ഞർ ഇതുപോലെ ഒരു ഗവേഷണം നടത്തി. അങ്ങനെ അവര് ഇതുപോലുള്ള വൃദ്ധനെയല്ല പോയി കണ്ടെത്തിയത്, ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ട 7 യുവാക്കളെയാണ്. അങ്ങനെ 7 യുവാക്കളെ ഇരുത്തി അദ്ദേഹം ചോദിച്ചു, ഗവേഷകർ ചോദിച്ചു, നിങ്ങൾ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്, ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ നരമ്പ് മുറിക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ഒരു സാരിത്തുമ്പിലോ ഒരു കയറിന്റെ തുമ്പിലോ അവരുടെ കഴുത്തുകളിൽ ഞെരിച്ചവരായിരിക്കാം, അങ്ങനെ രക്ഷപ്പെട്ടവരായിരുന്നു. മരണത്തിന്റെ അവസ്ഥയെ നേരിൽ കാണാവുന്ന വിധം അവരങ്ങനെ മരണശയ്യയിൽ കിടന്ന് പിടഞ്ഞവരാണ്. അവരോട് ചോദിച്ചു, നിങ്ങളുടെ ആഗ്രഹം എന്തായിരുന്നു ആ സമയത്ത്? അവരും പറഞ്ഞത് ഇതേ മറുപടി, ഞങ്ങളുമായി കഴിഞ്ഞിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു, അവരെ ആ സമയത്തൊന്ന് മുന്നിൽ കൊണ്ടുവന്ന് നിന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിർത്തിയിരുന്നെങ്കിൽ അവരോടുള്ള പിണക്കം മാറ്റാമായിരുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി ഞാനൊരു ഹദീസിലേക്ക് വരികയാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യത്തലിഉല്ലാഹു ലൈലത്തൻ നിസ്ഫി മിൻ ശഅബാൻ, സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ ഇറങ്ങിയ ഖുദ്സിയായ ഹദീസാണ്. ശഅബാൻ മാസത്തിലെ 15-ാം രാവായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യത്തലിഉ, അവൻ വെളിവാകും, ഇലാ ജമീഇൽ ഖൽഖി, മുഴുവൻ സൃഷ്ടികളിലേക്കും അവൻ ഇങ്ങനെ വെളിപ്പെടും. അതായത് അവന്റെ അർശിലിരുന്ന് അവൻ എല്ലാവരെയും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശഅബാൻ മാസത്തിലെ 15-ാം ദിനമായാൽ, 15-ാം രാവായാൽ, ഈ വരുന്ന തിങ്കളാഴ്ചയാണ് നമുക്കത്. ആ രാവിലെ അള്ളാഹു മുഴുവൻ സൃഷ്ടികളെയും നോക്കും. എന്നിട്ട് അള്ളാഹു പറയും, ഫയഗ്ഫിറു ബിജമീഇ ഖൽഖിഹി, എന്റെ മുഴുവൻ സൃഷ്ടികൾക്കും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പക്ഷേ അള്ളാഹു പുറത്തു കൊടുക്കാത്ത 2 വിഭാഗമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, ഇല്ലാലി മുശ്രിക്കി, അള്ളാഹുവുമായി പങ്കു ചേർത്ത ഒരുവന് അള്ളാഹു ആ ദിനത്തിൽ ആ രാവിൽ പുറത്തു കൊടുക്കില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരു അവസ്ഥയിൽ, നമ്മൾ തകർന്നു പോകുന്ന അവസ്ഥയിൽ,
ചിലപ്പോ മറ്റു മതക്കാരുടെ അടുക്കലേക്ക് പോകുന്ന ആളുകളുണ്ട്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അവരവരുടേതായ ആചാരങ്ങൾ വെച്ച് ചെയ്യുമ്പോൾ നമ്മളതിൽ കൂട്ടായാൽ നമ്മളും ശിർക്ക് ചെയ്തവരായി മാറി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഹാന്റെ അടുക്കലേക്ക് പോകുന്നു, ആ മഹാനെ ആദരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. പക്ഷേ അവിടെ പോയി ആരാധിക്കുകയാണ്. ആ മനുഷ്യന്റെ മുന്നിൽ പോയി സുജൂദിൽ കിടന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ ശിർക്കായി മാറി. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇനി ഒരു കല്ല് മക്കയിലേക്ക് ഉംറയ്ക്കോ ഹജ്ജിനോ പോകാൻ അള്ളാഹു അവസരം നൽകിയാൽ ഹജറുൽ അസ്വദിൽ ചുംബിക്കണം. അതിന്റെ കാരണം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുംബിച്ചത് കൊണ്ട് മാത്രമാണ്. ഇനി അങ്ങനെയല്ല, ഞാൻ ആ കല്ലിനെ ആരാധിക്കുമെന്ന് പറഞ്ഞാൽ അവൻ ശിർക്ക് ചെയ്തവനായി മാറി. കഅബയെ ആദരിക്കണം, അതിന്റെ പവിത്രത അള്ളാഹുവിന്റെ റസൂൽ എടുത്തെടുത്ത് പറഞ്ഞു. ആ കഅബയെ റബ്ബിനെ പോലെ ഞാൻ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ ശിർക്ക് ചെയ്തവനായി മാറി. അപ്പോൾ ശിർക്ക് ചെയ്തവൻ അള്ളാഹു ശഅബാൻ മാസത്തിലെ 15 രാവിലെ അള്ളാഹു പുറത്തു കൊടുക്കില്ല. അള്ളാഹു വെളിവാകുന്ന സമയത്ത് രണ്ടാമത്തെ ആൾ ഔ മുഷാഹിൻ, പരസ്പരം വൈദ്യം കൊണ്ട് നടക്കുന്ന, പരസ്പരം വിദ്വേഷം കൊണ്ട് നടക്കുന്ന ആളുകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തബറാനി, ഇബ്നു മാജ ഇവരെല്ലാം സഹീഹായി ഉദ്ധരിക്കുന്ന ഹദീസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഞാൻ നേരത്തെ ആദ്യമായി തുടങ്ങി വെച്ച 2 സംഭവങ്ങൾ പറഞ്ഞാണ്. ഒന്ന്, ആത്മഹത്യ ചെയ്യാൻ പോയ 7 യുവാക്കളെ അവരുടെ അവസാന നിമിഷത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളെ പറ്റി ഗവേഷകർ ചോദിച്ചപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ പറഞ്ഞത്, ഞങ്ങളുമായി പിണങ്ങിക്കഴിഞ്ഞിരുന്ന ആളുകളുമായി ഒന്ന് സംസാരിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്നാണ്. വളരെ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങളിൽ ഒന്നായി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ഒരു മനുഷ്യനുമായി പിണങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അമലിനെ ഒരിക്കലും സ്വീകരിക്കപ്പെടില്ല. അള്ളാഹു പുറത്തു കൊടുക്കില്ല എന്ന് പറയുകയാണ്. അവന്റെ അമലുകൾ അള്ളാഹുവിന് വേണ്ട. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ശഅബാൻ എന്ന് പറയുന്നത് റമദാനിലേക്കുള്ള ഒരു മുന്നൊരുക്കമാണ്. റമദാൻ എന്ന പവിത്രമായ മാസത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ശഅബാനിനെ നാം ആദരിക്കുകയും അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ മുഖ്യമായ, ഒരു മനുഷ്യൻ വൈരത്തോടെയോ അല്ലെങ്കിൽ ഉദ്ദേശത്തോടു കൂടിയാണ് റമദാനിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ അവന്റെ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കില്ല. അള്ളാഹിന്റെ റസൂൽ പറയുകയാണ്, ഉസാമ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം ചോദിക്കുന്നു, ലം അറാക തസൂമു ശഹറ, നബിയെ, ശഅബാൻ മാസത്തിൽ, റമദാൻ മാസം കഴിഞ്ഞാൽ അങ്ങ് ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കുന്നുണ്ടല്ലോ നബിയെ, കാരണം എന്താണ്? നബി തങ്ങൾ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചിരുന്ന ഒരു മാസമാണ് പുണ്യമായ ശഅബാൻ. അള്ളാഹിന്റെ റസൂൽ അതിന് മറുപടി കൊടുത്തു, ശഅബാനിലാണ് അമലുകളെ അള്ളാഹു ഉയർത്തുന്നത്. ശഅബാനിലാണ് ഒരു മനുഷ്യന്റെ സൽക്കർമ്മങ്ങളെ അള്ളാഹു ഉയർത്തുന്നത്. 3 രീതിയിൽ അള്ളാഹു അമലുകളെ ഉയർത്തും. ശ്രദ്ധിച്ചു കേൾക്കുക. പിന്നെ മറ്റൊന്ന്, ശഅബാൻ മാസത്തിൽ എന്താ ഇങ്ങനെ നോമ്പ് പിടിക്കുന്നു എന്ന് നബിതങ്ങളോട് ചോദിച്ചപ്പോൾ നബിതങ്ങൾ മറുപടി നൽകിയത് ഇതുമാണ്, റജബിന്റെയും റമദാനിന്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധമായി പോകുന്ന ഒരു മാസമാണ് ശഅബാൻ. അതുകൊണ്ടാണ് ഞാൻ ശഅബാനിൽ നോമ്പ് പിടിക്കുന്നതിന്റെ ഒരു കാരണം. മറ്റൊരു കാരണം, വർഷത്തിൽ ഒരു തവണ അള്ളാഹു നമ്മുടെ അമലുകളെ ഉയർത്തും. ആ മാസം ശഅബാനാണ്. ഞാൻ നോമ്പുകാരനായിരിക്കുമ്പോൾ തന്നെ എൻ്റെ അമലുകളെ ഉയർത്തപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തസൂമു, ഞാൻ നോമ്പ് പിടിക്കുന്നുവെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 രീതിയിൽ ഒരു മനുഷ്യന്റെ അമലുകളെ അള്ളാഹു ഉയർത്തും. ഒന്ന്, ദൈനംദിനം അള്ളാഹു ഉയർത്തും. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഓരോ മനുഷ്യനും ചെയ്യുന്ന കർമ്മങ്ങളെ അള്ളാഹു ഉയർത്തുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. രണ്ടാമത്, യൗമൽ ഇസ്നൈനി വൽ ഖമീസ്, ആഴ്ചയിൽ 2 തവണ അള്ളാഹു ഉയർത്തും. ഒന്ന് തിങ്കളാഴ്ച ദിവസമാണ്, മറ്റൊന്ന് യൗമൽ ഖമീസ്, വ്യാഴാഴ്ച ദിവസവുമാണ്. ഈ 2 ദിവസങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ എപ്പോഴും നോമ്പ് നിശ്ചയിച്ചിരുന്നു. കാരണം ഇതേ കാരണം തന്നെ പറഞ്ഞു, ഞാൻ നോമ്പുകാരനായിരിക്കുമ്പോൾ എൻ്റെ അമലുകൾ ഉയർത്തപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. മൂന്നാമതായി ഉയർത്തുന്നത് വർഷത്തിൽ 1 തവണ, അത് ശഅബാൻ മാസത്തിലാണ്. നാം കഴിഞ്ഞ റമദാനിൽ പിടിച്ച അമലുകളെയും നാം കഴിഞ്ഞ റമദാനിൽ നിന്ന് ഇഅ്തികാഫിനെയും ഖുർആനോദിനെയും സദക്കയും എല്ലാം അള്ളാഹു സ്വീകരിക്കുന്നത് ഈ ശഅബാനിലാണ്. ശഅബാൻ വരെയുള്ള നിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? അത് പരിശുദ്ധമാണ് എങ്കിൽ അള്ളാഹു നിന്റെ കഴിഞ്ഞ റമദാൻ കബൂലാക്കി എന്നർത്ഥം. ഇനി 1 വർഷത്തിന്റെ ഇടയിൽ നിന്റെ ജീവിതത്തിൽ പല വിദ്വേഷങ്ങളും പല
ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാകേണ്ടുന്ന വൈര്യങ്ങളും നടന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നിന്റെ അമലിനെ സ്വീകരിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. അള്ളാഹു നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പം മരിക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരസ്പരം വൈര്യങ്ങളുണ്ടെങ്കിൽ അത് തീർക്കണം. മരിച്ചു കഴിഞ്ഞിട്ട് ആ മയ്യത്തിനെ തിരക്ക് കൂട്ടാൻ കാട്ടിക്കൂട്ടുന്ന ആളുകളായി മാറരുത്. ഒരു മനുഷ്യനുമായി പിണങ്ങിക്കഴിയുന്നു, ആ മനുഷ്യനുമായി പിണങ്ങിക്കഴിഞ്ഞു, മിണ്ടിയില്ല, ആ മനുഷ്യൻ മരണപ്പെട്ട് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ മയ്യത്ത് കാണാൻ വേണ്ടി ഓടി വരുന്നു. എന്നിട്ട് ആളുകളുടെ ഇടയിലൂടെ തിരക്ക് കൂട്ടുന്നു. മറിഞ്ഞു വീഴുന്നതിന് മുമ്പ് നിനക്ക് അവസരം ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും. മഹാനായ ഷാഫിഈ ഇമാം, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മുഹമ്മദ് ബിൻ ഇദ്രീസ് എന്നാണ്. ഷാഫിഈ ഇമാം തന്റെ പ്രധാന ശിഷ്യൻ യൂനുസ് എന്നവരുമായി ചർച്ച ചെയ്യുമ്പോൾ ഒരു വിഷയത്തിൽ തെറ്റി. തന്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് യൂനുസ് എന്നവർ. അങ്ങനെ തെറ്റിയപ്പോൾ യൂനുസ് എന്ന മനുഷ്യൻ ആ ശിഷ്യനായ ആ പ്രിയപ്പെട്ട മുത്തഅല്ലിം ഇറങ്ങിപ്പോയി. തന്റെ ക്ലാസ്സിൽ നിന്ന് ദേഷ്യത്തോടുകൂടി വൈര്യത്തോടുകൂടി ഇറങ്ങിപ്പോയി. അങ്ങനെ ആ ദിവസത്തിൽ അദ്ദേഹം വൈകുന്നേരം കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നിൽ വാതിലിനൊരു ശബ്ദം കേൾക്കാം. അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. അപ്പൊ ആരെന്ന് വീടിന്റെ ഉള്ളിൽ നിന്ന് ആ യൂനുസ് എന്ന് പറയുന്ന ശിഷ്യൻ ചോദിച്ചപ്പോ ഞാൻ മുഹമ്മദ് ബിൻ ഇദ്രീസ് ആണ് എന്ന് അദ്ദേഹം മറുപടി കൊടുത്തു. അദ്ദേഹം ഷാഫിഈ ഇമാം അല്ലാത്ത എല്ലാ പേരുള്ള മുഹമ്മദ് ബിൻ ഇദ്രീസ് എന്ന് പറയുന്ന എല്ലാ മനുഷ്യരെയും ചിന്തിച്ചു. കാരണം പിണങ്ങിക്കഴിയുന്ന ഒരാള് അദ്ദേഹം വരില്ല എന്ന് വിചാരിച്ച് എന്റെ ഉസ്താദ് അല്ലായിരിക്കും, വേറെ ഏതെങ്കിലും മുഹമ്മദ് ബിൻ ഇദ്രീസ് ആയിരിക്കുമെന്ന ധാരണയോടുകൂടി പോയി വാതിൽ തുറക്കുമ്പോൾ തന്റെ ഉസ്താദായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ആണ്. അദ്ദേഹം പറഞ്ഞു, മോനെ, 100 വിഷയങ്ങളിൽ നാം യോജിച്ചു, ഒരു വിഷയത്തിൽ നാം തെറ്റിയപ്പോ നിന്നോട് പിണക്കമായി കഴിയാൻ പോവുകയാണോ? ഒരു പാലമിട്ടാൽ നിനക്ക് ഇങ്ങോട്ടും വരാം, ഞാൻ അങ്ങോട്ടും വരും. നമ്മുടെ ബന്ധങ്ങളെപ്പോഴും ചേർന്ന് കഴിയേണ്ടവരാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റമദാനിന് വേണ്ടി ദിവസങ്ങൾ മാത്രം നാം കാത്തിരിക്കുകയാണ്. ഈ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ റമദാൻ എന്ന് പറയുന്ന പുണ്യമായ മാസം അല്ലാഹു നൽകിയിരിക്കുന്നത് തഖ്വയ്ക്ക് വേണ്ടിയാണ്. തഖ്വ എവിടെയാണ് ഉണ്ടാകേണ്ടതെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. തഖ്വ എന്നത് നീട്ടിയ താടിയിലല്ല വേണ്ടത്, തഖ്വ എന്നത് തൊപ്പിയിലല്ല വേണ്ടത്, തഖ്വ എന്നത് ഈ കമീസിലല്ല വേണ്ടത്, തഖ്വ എന്നത് പള്ളിയിലല്ല വേണ്ടത്, തഖ്വ നിന്റെ ഹൃദയത്തിലാണ് വേണ്ടതെന്ന് 3 തവണ അശാറ ഇലാ സദരിഹി 3 മററാത്ത് 3 തവണ അള്ളാന്റെ റസൂൽ ഹൃദയത്തിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഈ ഹൃദയത്തിലാണ് തഖ്വ വേണ്ടത്. തഖ്വ ഇല്ലാത്ത മനുഷ്യരെ അള്ളാഹു കബൂലാക്കില്ല. അവന് റമദാൻ വന്നാലും 1 മാസം കഴിഞ്ഞു പോകുന്നത് പോലെ തന്നെ അവൻ കൊണ്ടുപോവുക തന്നെ ചെയ്യും. നിങ്ങളുടെ മാതാപിതാക്കളോട് പിണങ്ങിക്കഴിയുന്നവരാണെങ്കിൽ റമദാനിന് മുമ്പ് ആ പിണക്കം മാറ്റുക. നിങ്ങളുടെ അയൽവാസികളോട് നിങ്ങൾ ഉദ്ദേശം വെച്ച് കഴിയുന്നവരാണെങ്കിൽ റമദാൻ എത്തുന്നതിന് മുമ്പ് അതിനെ തീർക്കുക. കാരണം ശഅബാൻ എന്ന് പറയുന്നത് അമലുകൾ ഉയർത്തപ്പെടും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ നീ ഒരു പിണക്കമായി കഴിയുന്ന ആളാണെങ്കിൽ നിന്റെ നന്മകളെ അള്ളാഹു മാറ്റിവെക്കും. എന്നിട്ട് അള്ളാഹിന്റെ റസൂലിന്റെ വാക്കുകളായി വീണ്ടും ഉദ്ധരിക്കുന്നു, മലക്കുകൾ അള്ളാഹുവിനോട് പറയും, റബ്ബേ, ഇവരുടെ അമലുകൾ എന്ത് ചെയ്യണം? സ്വീകരിക്കപ്പെടുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം? അവരെ മാറ്റിവെക്കുക, ആ അമലുകളെ നിരീക്ഷിക്കണം. എന്നിട്ടോ ആ പിണക്കം മാറണം. ഹത്താ യസ്തലിഹ, അങ്ങനെ പിണക്കം മാറിയാലേ സ്വർഗത്തിലേക്ക് ആ മനുഷ്യരുടെ അമലുകളെ സ്വീകരിക്കാവൂ എന്ന് മലക്കുകളോട് അള്ളാഹു ഓർഡർ ഇടുന്നു. ഇപ്പൊ എന്താണ് അവസ്ഥ? ഈ സമൂഹത്തിന്റെ അവസ്ഥ വളരെ ഖേദകരമാണ് എന്ന് വേണമെങ്കിൽ പറയാം. മക്കള് തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ ബന്ധമില്ല, മാതാപിതാക്കളും മക്കളും ബന്ധമില്ല, അയൽവാസികൾ ബന്ധമില്ല, അത്രമേൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്ന സുഹൃത്തുക്കൾ തമ്മിൽ ബന്ധമില്ല. ഈ അടുത്തൊരു ഉസ്താദ് പറഞ്ഞു, PMCയിലേക്ക് വരുന്ന ഒരു മനുഷ്യനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉമ്മ കിടപ്പുണ്ട് PMCയിൽ. അപ്പൊ എന്ത് പറ്റിയെന്ന് ചോദിച്ച ഉസ്താദ്, ഒന്നും പറ്റിയില്ല ഉസ്താദെ, ഒന്നും പറ്റിയിട്ടില്ല, എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഇവിടെ കൊണ്ട് കിടത്തിയിരിക്കുന്നതാണ്. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് എന്ന ഉസ്താദ് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇളയാളാണ് ഞാൻ, എൻ്റെ മാതാപിതാക്കൾക്കുണ്ടായ മക്കളിൽ ഇളയാളാണ് ഞാൻ. സാധാരണ നമ്മുടെയൊക്കെ നാട്ടിൽ ഇളയ മക്കളാണ് മാതാപിതാക്കൾ നോക്കുന്നത്. ഞാൻ എൻ്റെ മറ്റ് സഹോദരങ്ങളുമായി, എൻ്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും ഉണ്ടായ എൻ്റെ ജ്യേഷ്ഠന്മാരുമായി സഹോദരിയുമായി ഞാൻ പിണക്കത്തിലാണ്. അവരെൻ്റെ വീട്ടിലേക്ക് വരില്ല, അതുകൊണ്ട് ഞാൻ PMCയിൽ കൊണ്ടേ കിടത്തിയിരിക്കുകയാണ്. അസുഖമൊന്നുമല്ല, അവരൊന്ന് കണ്ടിട്ട് പോകും, ഉമ്മയ്ക്ക് കാണാൻ ആഗ്രഹമുണ്ട് എന്ന് അവരെ അറിയിച്ചു. അപ്പോൾ വീട്ടിലേക്ക് വരില്ല, കാണാനുള്ള സൗകര്യത്തിന് വെറുതെ കൊണ്ട് ആശുപത്രിയിൽ കിടത്തിയിരിക്കുകയാണ്. ഇതാണ് കാലഘട്ടം. ഇതെല്ലാവരുടെയും വീട്ടിലൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ ഒളിച്ചു വെക്കുകയാണ് ഓരോരുത്തരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മറിഞ്ഞു വീഴുന്നതിന് മുമ്പ്, അതായത് നീ മരണപ്പെടുന്നതിന് മുമ്പ്
പിണക്കങ്ങൾ മാറ്റിയാൽ നിന്റെ മയ്യത്തിന്റെ മുന്നിൽ നിന്ന് ഇമാമിന് ചോദിക്കേണ്ടി വരില്ല, ഈ മയ്യത്തിന് ആരെങ്കിലും പൊരുത്തപ്പെട്ട് കൊടുക്കാനുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് കൊടുക്കണേ എന്ന്. നീ അവിടെ കൊണ്ടുപോയി നിന്നെ വെക്കുമ്പോ ഇദ്ദേഹവുമായി ഒരാൾക്കും ഒരു പ്രശ്നവുമില്ല എന്ന് നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ കൂടുന്ന ആളുകൾ പറഞ്ഞാൽ അത് തന്നെയാണ് വിജയമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 40 പേർ ഒരു മയ്യത്തിനെ പറ്റി നല്ലത് പറഞ്ഞാൽ വജബത്ത് ലഹുൽ ജന്ന, അവന് സ്വർഗമുണ്ടെന്ന് കളവ് പറയാത്ത നേതാവ് ആമിനയുടെ മുത്തുമോൻ അബ്ദുള്ളയുടെ പൊന്നുമോൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മെ നല്ല ഹൃദയമുള്ളവരായി, ശുദ്ധിയുള്ള ഹൃദയമുള്ളവരായി റമദാനിലേക്ക് അള്ളാഹു പ്രവേശിപ്പിക്കുമാറാവട്ടെ. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളെ പറ്റി അള്ളാഹിന്റെ റസൂൽ ഒരു ആയത്ത് ഓതി. ഞാൻ ആദ്യം ഓതി വെച്ചത് അതാണ്, മക്കളോ സമ്പത്തോ ഒന്നും ആശ്രിതമല്ലാത്ത ഒരു ലോകത്തിലേക്ക്, പരലോകത്തിലേക്ക് നീ പോകും. എനിക്ക് ഇത്ര സമ്പത്തുണ്ട്, ഇത്ര കോടിയുണ്ട് റബ്ബേ, എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അള്ളാഹുടെ മുന്നിൽ വെച്ചാൽ റബ്ബ് നിന്റെ സമ്പത്തിനെടുത്ത് വലിച്ചെറിയും. അല്ലെങ്കിൽ ഞാൻ ഇന്ന കുടുംബക്കാരനാണ് എന്ന് പറഞ്ഞ് പടച്ചവന്റെ മുന്നിലേക്ക് പോയാൽ നിന്റെ കുടുംബമൊന്നും ഇവിടെ വേണ്ട, മാറ്റിവെച്ചോ. സലീം, ഒന്ന് മാത്രം അള്ളാഹു നോക്കും. സൂറത്ത് ശുഅറായിലൂടെ അള്ളാഹു പറയുകയാണ്, നീ തെളിഞ്ഞ ഹൃദയമുള്ളവനാണോ, നിന്റെ മനസ്സിൽ ആരോടും വൈരാഗ്യമില്ലാതെ വിദ്വേഷമില്ലാതെ എന്നെ മാത്രം ആരാധിച്ച് മുശ്രിക്കല്ലാതെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാത പിൻപറ്റി ഖുർആനിന്റെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ജീവിച്ചവനാണോ, എങ്കിൽ നിനക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് അള്ളാഹു പറയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നന്മയിൽ ചേരാൻ തൗഫീഖ് നൽകുമാറാവട്ടെ.